ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദക പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ. എന്താണ് ഇവിടെ പറയുന്നത്? ഗർഭസ്ഥനായിട്ട്, അതായത് മാതൃഗർഭത്തിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിൽ ഉദക പോള പോലെ, വെള്ളത്തിലെ ഉദക പോള പോലെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ കുമിള എന്ന പോലെ ജനിച്ചും മരിച്ചും പിറന്നും എന്താണ് ചത്തും സംസാരഗതി തുടരണം അല്ലേ? ജനനം മരണം അല്ലേ, ജീവിതം, ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് ജനനാന്ത്യേന് മരണവേളയിൽ നിത്യഗതി നിത്യഗതി എന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കുന്നതേയില്ല. ഏതൊരു ജീവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷം ലഭിക്കുക എന്നതാണ്. ജീവന് മോക്ഷം ലഭിക്കുക, ജനിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മോക്ഷം ലഭിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിത്യഗതി എന്ന് പറഞ്ഞാൽ ഇല്ല, നിത്യഗതി ലഭിക്കുന്നില്ല, മോക്ഷം ലഭിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ത്വദ്ഭക്തി വർദ്ധിക്കണം. എൻ്റെ മനസ്സിൽ ആ മോക്ഷം ലഭിക്കാൻ എന്താണ് ആത്യന്തികമായിട്ട് വേണ്ടത്? ഭക്തി വർദ്ധിക്കണം. ത്വദ്ഭക്തി വർദ്ധനമുദിക്കണം. സംസാരഗതി ഒടുങ്ങിയിടാൻ ഭക്തി വർദ്ധിക്കണം. അങ്ങയോടുള്ള ഭക്തി സദാസമയം വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. നിത്യം തൊഴായി വരിക. അതിനായിട്ട് സദാസമയം അങ്ങയെ പ്രണമിക്കാൻ ഇടവരണേ. നാരായണായ നമ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ, ജീവിതത്തിൽ നിത്യമായൊരു ഗതി ഉണ്ടാകണമെങ്കിൽ ഈശ്വരനെ ആശ്രയിച്ചേ മതിയാകൂ. ജീവിതത്തിൽ മോക്ഷം ലഭിക്കണമെങ്കിൽ നമുക്കെന്ത് കൂടിയേ തീരൂ? നാരായണനെ കൂടിയേ തീരൂ. ഹരി.